Non-homogeneous ODEs എന്താണെന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. Okay. The general form of a non-homogeneous linear ODE is y double dash plus p of x into y dash plus q of x into y is equal to r of x, where r of x not equal to 0. ഓക്കെ, നേരത്തെ ഹോമജനസ് ആയിരുന്നപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 0 ആയിരുന്നു. അതിന് പകരം നോൺ ഹോമജനസ് ലീനിയർ ODE ആകുമ്പം റൈറ്റ് ഹാൻഡ് സൈഡിലും സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആർ ഓഫ് എക്സ് ആയിരിക്കും വരിക. ഈ ആർ ഓഫ് എക്സ് എപ്പോഴും നോൺ സീറോ ആയിരിക്കണം. ഈ ആർ ഓഫ് എക്സ് 0 ആയിപ്പോയാൽ അത് ഹോമജനസ് ODE ആയി മാറും. ഓക്കെ, ഈ നോൺ ഹോമജനസ് ODEയുടെ ജനറൽ സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെഫിനിഷൻസ്. A general solution of the non-homogeneous ODE is a solution of the form y of x is equal to yh of x plus yp of x. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഹോമജനസ് ODEയുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y is equal to c1y1 plus c2y2 ആയിരുന്നു. എന്നാൽ നോൺ ഹോമജനസ് ODEയുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് ടു ഫംഗ്ഷൻസ് yh of x plus yp of x. ഇതിൽ yh of x ഉം yp of x ഉം എന്താണെന്ന് നമുക്ക് നോക്കാം. yh of x is equal to അഥവാ yh of x is equal to c1y1 plus c2y2 is a general solution of the homogeneous ODE y double dash plus p of x into y dash plus q of x into y is equal to 0. ഇതിൽ ഈ yh എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ 0 ആയി വരുന്ന ഹോമജനസ് ODEയുടെ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് ഈ ഫോമിൽ വരുമായിരുന്നു. സോ നോൺ ഹോമജനസ് ODE തന്നാലും ഫസ്റ്റ് നമ്മൾ കറസ്പോണ്ടിങ് ഈ ആർ ഓഫ് എക്സിന് പകരം റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 കൊടുത്ത് കറസ്പോണ്ടിങ് ഹോമജനസ് ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ നമ്മൾ നേരത്തെ ഹോമജനസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് അതേ രീതിയിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതാണ് YH എന്ന് പറയുന്നത്. സോ YH ഈസ് ഈക്വൽ ടു c1y1 പ്ലസ് c2y2 ഈസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് ദി ഹോമജനസ് ODE y ഡബിൾ ഡാഷ് പ്ലസ് p of x into y dash plus q of x into y is equal to 0. And yp is any solution of the non-homogeneous equation containing no arbitrary constants. yp എന്ന് പറയുന്നത് ഈ നോൺ ഹോമജനസ് ഇക്വേഷൻ, നമുക്ക് ഈ തന്നിരിക്കുന്ന നോൺ ഹോമജനസ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് കണ്ടെയ്നിങ് നോ ആർബിട്രറി കോൺസ്റ്റൻസ്. അതിനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും കാണില്ല. സോ അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു നോൺ ഹോമജനസ് ODE തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ഹോമജനസ് ഇക്വേഷൻ എഴുതണം, എന്നിട്ട് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായിരിക്കും YH. ഇനി YPയും കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നോൺ ഹോമജനസ് ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ y of x is equal to YH plus YP എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, YP എന്ന് പറയുന്നത് എന്താണ്? ഈ നോൺ ഹോമജനസ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ് കണ്ടെയ്നിങ് നോ ആർബിട്രറി കോൺസ്റ്റൻസ്. ഓക്കെ, ഇനി YP കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് നമ്മൾ പഠിക്കും. അതാണ് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം ദിസ് ജനറൽ സൊല്യൂഷൻ by assigning specific values to the arbitrary constants c1 and c2 in YH. സോ ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ ജനറൽ സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻസ് വരുന്നുണ്ട്. ഈ YH എന്ന് പറയുന്ന പാർട്ടിൽ 2 ആർബിട്രറി കോൺസ്റ്റൻസ് വരും. സോ ആ ആർബിട്രറി കോൺസ്റ്റൻസിന് സ്പെസിഫിക് വാല്യൂസ് കൊടുത്ത് നമുക്ക് കിട്ടുന്നതിനെയാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പർട്ടിക്കുലർ സൊല്യൂഷനാണ്. ഇനി മെത്തേഡ്സ് ടു ഫൈൻഡ് YP. സോ നോൺ ഹോമജനസ് ലീനിയർ ODE സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ YH കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. കറസ്പോണ്ടിങ് ഹോമജനസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ഓക്കെ, ഇനി YP കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്. ഓക്കെ, സോ ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ YP ചൂസ് ചെയ്യുന്നത്. സോ ആ ആർ ഓഫ് എക്സ് നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടെ ഒരു ടേബിളായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ടേംസ് ഇൻ ആർ ഓഫ് എക്സും ചോയ്സ് ഫോർ YP ഓഫ് എക്സും. ആർ ഓഫ് എക്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫംഗ്ഷൻ സം കോൺസ്റ്റൻറ്റ് കെയും ഗാമയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ k e raised to gamma x എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ YP ആയിട്ട് c e raised to gamma x ചൂസ് ചെയ്യും. ഓക്കെ, ഇവിടെയും നിങ്ങൾ വിചാരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞു ആർബിട്രറി കോൺസ്റ്റൻസ് YPയിൽ വരാൻ പാടില്ല എന്ന്. സോ ഈ ആർബിട്രറി കോൺസ്റ്റൻറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ആ കോൺസ്റ്റൻ്റ് വാല്യൂ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. അതാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഓക്കെ നമുക്ക് നോക്കാം. സോ ഇനി ടേംസ് ഇൻ ആർ ഓഫ് എക്സ് kx raised to n ഈസ് ഈക്വൽ ടു 0 1 2 എക്സെട്ര അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ YP ആയിട്ട് k0 പ്ലസ് k1x പ്ലസ് k2x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് knx raised to n. അതായത് ഇപ്പം ഇവിടെ സം 2x ക്യൂബ് എന്നായിരുന്നു വിചാരിച്ചു, എന്നിൻ്റെ പ്ലേസിൽ 3 ആയിരുന്നു വിചാരിച്ചു. അങ്ങനെ ആണെങ്കിൽ ഇവിടെ എന്തെടുക്കും? k0 പ്ലസ് k1x പ്ലസ് k2x സ്ക്വയർ പ്ലസ് k3x ക്യൂബ് വരെ എടുക്കും. ഓക്കെ, ഈ സം അവിടം വരെ നിർത്തിയാൽ മതി, അവിടം വരെ പോയി ഇവിടെ അവിടം വരെ പോയാൽ മതി. ഇനി k cos omega x ഓർ k sin omega x ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ്
ആർ ഓഫ് എക്സ് എന്നെങ്കിൽ നമ്മൾ വൈ പി ആയിട്ട് ചൂസ് ചെയ്യുന്നത് കെ കോസ് ഒമേഗ എക്സ് പ്ലസ് എം സൈൻ ഒമേഗ എക്സ്. ഇനി ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ ഇ റേസ് ടു ആൽഫ എക്സ് കോസ് ഒമേഗ എക്സ് എന്ന ഫോമിലോ അല്ലെങ്കിൽ കെ ഇ റേസ് ടു ആൽഫ എക്സ് സൈൻ ഒമേഗ എക്സ് എന്ന ഫോമിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു കെ കോസ് ഒമേഗ എക്സ് പ്ലസ് എം സൈൻ ഒമേഗ എക്സ്. ഇങ്ങനെയായിരിക്കും വൈ പി ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ വൈ പി നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് നമുക്ക് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്, ഇതിനകത്തെല്ലാം കുറേ കോൺസ്റ്റൻസ് വരുന്നുണ്ട്. ഇവിടെ സി, കെ നോട്ട്, കെ വൺ, കെ ടു എക്സെട്ര കെ എൻ, ഇവിടെയാണെങ്കിൽ കെയും എമ്മും, ഇവിടെയാണെങ്കിലും കെയും എമ്മും. സോ ഈ കോഎഫിഷ്യൻസിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഇങ്ങനെ ഒരു അതായത് വൈ പിയിൽ സം അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് കൊണ്ട് കൊടുത്തിട്ട് ആ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് കണ്ടുപിടിച്ച് വൈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡിനെയാണ് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് എന്ന് പറയുക. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. ആദ്യം വൈ പി ചൂസ് ചെയ്യണം. അത് ഈ രീതിയിൽ ആർ ഓഫ് എക്സ് ഇതിലേത് രീതി വരുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ പി ഇങ്ങനെ ചൂസ് ചെയ്യണം. ഇനി അതിന് റൂൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട് മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസിനകത്ത്. അതിൽ ഫസ്റ്റ് വൺ ബേസിക് റൂൾ, ഇഫ് ആർ ഓഫ് വൺ ഓഫ് ദ ഫംഗ്ഷൻസ് ഇൻ ദ ഫസ്റ്റ് കോളം ചൂസ് കറസ്പോണ്ടിങ് വൈ പി and determine its undetermined coefficients by substituting yp and its derivatives in y double dash plus p of x into y dash plus q of x into y is equal to r of x. r of x ഈ ടേബിളിലെ ഏതെങ്കിലും ഫോമിലാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വൈ പി ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, വൈ പിയും വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിലെ വൈയുടെയും വൈ ഡാഷിൻ്റെയും വൈ ഡബിൾ ഡാഷിൻ്റെയും പ്ലേസിൽ ഈ നോൺ ഹോമോജനസ് ഇക്വേഷനകത്ത് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് ആ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ്, ദാറ്റ് മീൻസ് ആ കോൺസ്റ്റൻറ്റ് ടേംസ്, ഇതിനകത്ത് വന്നിരിക്കുന്ന കോൺസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് കണ്ടുപിടിക്കുക, വൈ പി എഴുതുക. സോ ജനറൽ സൊല്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഇനി സെക്കൻഡ് റൂൾ ഇസ് മോഡിഫിക്കേഷൻ റൂൾ. ഇഫ് എ ടേം ഇൻ യുവർ ചോയ്സ് ഫോർ വൈ പി ഹാപ്പൻസ് ടു ബി എ differential equation y double dash plus p of x y dash plus q of x y equal to 0, then multiply its term by x. അതായത് നമ്മൾ വൈ പി ചൂസ് ചെയ്തു, ആർ ഓഫ് എക്സ് നോക്കിയിട്ട് വൈ പി ചൂസ് ചെയ്തു. ഇനി വൈ പി ചൂസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ചൂസ് ചെയ്ത വൈ പി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചൂസ് ചെയ്ത വൈ പി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കെ അല്ലെ സം സി ഇ റൈസ് ടു 2x ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇ റൈസ് ടു 2x എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഹോമോജനസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അഥവാ ബേസിസിനകത്ത് വരുന്ന ഇതായിരിക്കും. ഈ അതിൽ കോൺസ്റ്റൻസ് നോക്കണ്ട, ആ ഇ ടു ദ പവർ അല്ലെങ്കിൽ അങ്ങനെ. സോ അത് ഇതിനകത്തെ ബേസിസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത വൈ പി ഈ നമ്മൾ ഹോമോജനസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് വൈ എച്ച് കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് ബേസിസിനകത്ത് നമ്മൾ ചൂസ് ചെയ്ത വൈ പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്ത വൈ പിയെ ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായിരിക്കണം പുതിയ വൈ പി ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചൂസ് ചെയ്ത വൈ പി ഈ ഹോമോജനസ് ഇക്വേഷൻ്റെ ഡബിൾ റൂട്ട് ആണെന്ന് വിചാരിക്കുക. ഇനി ഡബിൾ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത്. Or multiply by x square if this solution corresponds to a double root of the characteristic equation of the homogeneous differential equation. Okay, third one is sum rule. Okay, sum rule നോക്കുക. If r of x is a sum of functions in the first column of the table, then choose yp as a sum of functions in the corresponding lines of the second column. അതായത് നമുക്ക് ഈ ടേബിളിൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു ആൽഫ എക്സിൻ്റെയും കെ എക്സ് റേസ് ടു ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻസിൻ്റെ സം ആണെങ്കിൽ വൈ പി ചൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കറസ്പോണ്ടിങ് അതിൻ്റെ നേരെയുള്ള ലൈനിലുള്ള ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ട് ചൂസ് ചെയ്യണം. അതാണ് സം റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഈ മൂന്ന് റൂൾസും അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബേസിക് റൂൾ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം, രണ്ടാമത് മോഡിഫിക്കേഷൻ റൂൾ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം, മൂന്നാമത് സം റൂൾ വെച്ച് ചെയ്യുന്ന പ്രോബ്ലം. സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0.001 എക്സ് സ്ക്വയർ. സോ നമ്മളിവിടെ കണ്ടറിയാം ഇത് സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജനസ് ODE ആണ്. ഇവിടെ സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് വരുന്നത്. സോ ആദ്യം എന്ത് ചെയ്യണം, സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എഴുതുന്നു. y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇതിന് പകരം 0 കൊടുക്കുന്നു. ഹോമോജനസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. ഓക്കെ, ബേസിസ് കണ്ടുപിടിച്ചു, കോസ് എക്സും സൈൻ എക്സും സൊല്യൂഷൻ. അതിനെ ഇവിടെ വൈക്ക് പകരം വൈ എച്ച്, ഹോമോജനസ് ഇക്വേഷൻ ജനറൽ സൊല്യൂഷനെ വൈ എച്ച് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുക. C1 കോസ് എക്സ് പ്ലസ് C2 സൈൻ എക്സ് കിട്ടുന്നു. ഇനി വൈ പി കണ്ടുപിടിക്കാൻ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യുവാണ്. ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു, 0.001 എക്സ് സ്ക്വയർ. അങ്ങനെ ആണെങ്കിൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് സ്ക്വയർ. സോ കെ എക്സ് റൈസ് ടു എൻ അഥവാ കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ആ ടേബിൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ എഴുതും, ബേസിക് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വൈ പി ചൂസ് ചെയ്യുന്നത്,
k0 പ്ലസ് k1x പ്ലസ് k2x സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ടേം വരെയാണ് വരുന്നത്. സോ ഇത് ഈ പോളിനോമിയൽ k0 പ്ലസ് k1x പ്ലസ് k2x സ്ക്വയർ. ഇത് ഈ ടേബിളിൽ നിന്നാണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ kx എന്ന ഫോമിൽ വരുന്നു. സോ ഈ ഫോമിൽ ചൂസ് ചെയ്യുന്നു. സോ ഇനി എന്ത് ചെയ്യണം? വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0.001 x സ്ക്വയർ എടുക്കുന്നു. അതിനകത്ത് വൈയുടെ പ്ലേസിൽ വൈ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വൈ പി ഡബിൾ ഡാഷ് പ്ലസ് വൈ പി ഈക്വൽ ടു 0.001 x സ്ക്വയർ. ഈ വൈ പി ഡബിൾ ഡാഷും വൈ പിയും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ എനിക്കിങ്ങനെ കിട്ടും. ഇനി എനിക്കെന്താ ചെയ്യേണ്ടത്? ഇനി ഈ കോൺസ്റ്റൻസ് നമ്മൾ ചൂസ് ചെയ്ത വൈ പി എന്തായിരുന്നു? k0 പ്ലസ് k1x പ്ലസ് k2x സ്ക്വയർ. ഇതിലെ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സോ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും നോക്കുക. ഇവിടെ ഞാൻ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ, എക്സ് ആൻഡ് കോൺസ്റ്റന്റ് ടേം. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയറും എക്സും കോൺസ്റ്റന്റ് ടേമും ഇക്വേറ്റ് ചെയ്യാണ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ k2 ഈക്വൽ ടു 0.001 എന്ന് കിട്ടും. നെക്സ്റ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ല. സോ k1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നെക്സ്റ്റ് കോൺസ്റ്റന്റ് ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2k2 പ്ലസ് k0 ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്യുമ്പോൾ k0ൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ വൈ പി എഴുതുക. k0 പ്ലസ് k1x പ്ലസ് k2x സ്ക്വയർ ആയിരുന്നു. k0 k1 k2 സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ ഇനി എഴുതാം. അതെങ്ങനെയാണ്? y ഈസ് ഈക്വൽ ടു വൈ എച്ച് ഓഫ് എക്സ് പ്ലസ് വൈ പി ഓഫ് എക്സ്. ഓക്കെ. സോ ഇവിടെ വൈ പി ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം. അവിടെ ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്നും വരില്ല. നമ്മൾ ചൂസ് ചെയ്ത വൈ പിയിൽ കോഎഫിഷ്യൻ ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ട്. അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇനി ഇതൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരുന്നു. സോ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയാൽ മതി. ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് മോഡിഫിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നൊരു സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ് 2.25y ഈസ് ഈക്വൽ ടു -10 e റൈസ് ടു -1.5x. ഓക്കെ. കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എഴുതുന്നു. അത് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഇവിടെ ഒരു ഡബിൾ റൂട്ടാണ് വരുന്നത്. സോ ബേസിസ് ആയിട്ട് വരുന്നത് e റൈസ് ടു -1.5x x e റൈസ് ടു -1.5x. സോ വൈ എച്ച് നമ്മൾ എഴുതുന്നു. ഇനി വൈ പി കണ്ടുപിടിക്കണമെങ്കിൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കണം. ആർ ഓഫ് എക്സ് -10 e റൈസ് ടു -1.5x. സോ നമ്മുടെ ടേബിളിൽ ആദ്യത്തെ ഫോമിലാണ് വന്നിരിക്കുന്നത്, കെ എന്ന് പറയുന്ന ഫോമിൽ. സോ അങ്ങനെയാണെങ്കിൽ ചോയ്സ് ഓഫ് വൈ പി ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കണം? സി ഇ റൈസ് ടു ഗാമ എക്സ്, അതായത് സി ഇ റൈസ് ടു -1.5x. സോ സി ഇ റൈസ് ടു -1.5x എന്ന് പറയുമ്പോൾ ഇ റൈസ് ടു -1.5x എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ബേസിസ് ആയിട്ട് വരുന്നുണ്ട്. ഇ റൈസ് ടു -1.5x ഇവിടെ എക്സ് ഇ റൈസ് ടു -1.5x ആണ് വരുന്നത്. അതായത് ഈ -1.5 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡബിൾ റൂട്ടാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇ റൈസ് ടു 1.5x എന്ന് പറയുന്നത് ഇവിടെ ബേസ് എഴുതുമ്പോൾ രണ്ട് സൊല്യൂഷനിലും വരുന്നുണ്ട്. സോ ഡബിൾ റൂട്ടായിട്ടാണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതിൽ വന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത വൈ പി, അതായത് സി ഇ റൈസ് ടു -1.5x എന്ന് പറയുന്നതിനെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഡബിൾ റൂട്ട് ആയതുകൊണ്ടാണത്. കാരണം രണ്ട് പ്രാവശ്യം നമ്മുടെ ജനറൽ സൊല്യൂഷനിൽ ഹോമോജനസ് ഇക്വേഷൻ ജനറൽ സൊല്യൂഷനിൽ ഇ റൈസ് ടു -1.5x എന്ന് പറയുന്നത് രണ്ട് തവണ വരുന്നുണ്ട്. സോ എക്സ് സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ചൂസ് വൈ പി ഈസ് ഈക്വൽ ടു, അതാണ് മോഡിഫിക്കേഷൻ റൂൾ, സി എക്സ് സ്ക്വയർ ഇ റൈസ് ടു -1.5x. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ബേസിക് റൂളിലെ പോലെ തന്നെ വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും കണ്ടുപിടിക്കുന്നു. തന്നിരിക്കുന്ന നോൺ ഹോമോജനസ് ഇക്വേഷൻ എഴുതുന്നു. അവിടെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 0.5x ഉണ്ട്, അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ്. നമുക്ക് ഇതിൽ സിയുടെ വാല്യൂ ആണ് കഴിക്കേണ്ടത്. ഇവിടെ കോൺസ്റ്റന്റ് ടേം ആണ്. ഇക്വേറ്റിംഗ് കോൺസ്റ്റന്റ് ടേം ചെയ്യുമ്പോൾ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. വൈ പി എഴുതുന്നു. സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി. ഇനി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ഇനി തേർഡ് വൺ സം റൂൾ അപ്ലൈ ചെയ്യുന്നൊരു പ്രോബ്ലം ആണ്. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 0.75y ഈസ് ഈക്വൽ ടു 2 cos x മൈനസ് 0.25 sin x പ്ലസ് 0.09x. സോ കറസ്പോണ്ടിങ് ഹോമോജനസ് ഇക്വേഷൻ എഴുതുന്നു, സോൾവ് ചെയ്യുന്നു. ഇവിടെ കോംപ്ലക്സ് റൂട്ട്സ് അല്ല, ഇവിടെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ് വരുന്നത്. ഓക്കെ. ബേസിസ് എഴുതുന്നു, വൈ എച്ച് എഴുതുന്നു. ഇനി വൈ പി ചൂസ് ചെയ്യണം. ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ എന്താണ്? 2 cos x മൈനസ് 0.25 sin x പ്ലസ് 0.09x. സോ ഇവിടെ എന്താണ്? മൂന്ന് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ടാണ് വന്നിരിക്കുന്നത്. സോ 2 cos x എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടേബിളിൽ നോക്കിയാൽ എന്താണ് വൈ പി? ടേബിളിൽ നോക്കുക. ടേബിളിൽ നോക്കുമ്പം ഓക്കെ, ടേബിളിൽ നോക്കുമ്പോൾ എന്താണ് വൈ പി ആയിട്ട് വരിക? 2 cos x അല്ലേ? സോ കെ കോസ് ഒമേഗ എക്സ്. അതേപോലെ 0.25 സൈൻ -0.25 സൈൻ എക്സ് എന്ന് പറയുന്നുണ്ട്. സോ ഈ 2 cos x വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? 2 cos x വന്നാൽ നമ്മൾ എങ്ങനെ എടുക്കും?
ഇത് ഇവിടെ ആർബിട്രറി കോൺസ്റ്റൻസ് ആണ് കൊടുക്കുക കെയും എമ്മും. സോ കോസ് എക്സ് ആ ഒമേഗ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒമേഗ തന്നെയാണ് ഇവിടുത്തെ ഒമേഗ ആയിട്ട് വരുന്നത്. ഈ കെ അതുപോലെയല്ല, ഇവിടെ സം ആർബിട്രറി കോൺസ്റ്റന്റ് എഴുതി കൊടുക്കുന്നേ ഉള്ളൂ. സോ എങ്ങനെ ചൂസ് ചെയ്യും? കെ 2 കോസ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാം? കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ് എന്ന് ചൂസ് ചെയ്യും. അതേപോലെ തന്നെ 0.25 സൈൻ എക്സ് വരുമ്പോഴും സം കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ് എന്ന് ചൂസ് ചെയ്യാം. സോ അത് വൺസ് ഒറ്റത്തവണ അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ വൈ പി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ്. അതേപോലെ തന്നെ വൈ പിയിൽ എന്തും കൂടി ഉണ്ട്, 0.09 എക്സ് എന്ന് പറയുന്നുണ്ട്, 0.09 എക്സ്. സോ ഈ കെ എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്ന ഫോമിൽ എക്സ് റൈസ് ടു 1 വരെ വരുന്നുള്ളൂ. സോ കെ നോട്ട് പ്ലസ് കെ 1 എക്സ്. വൈ പി നമ്മൾ സമ്മായിട്ട് ചൂസ് ചെയ്തു. സോ ഇനി വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും. ഇവിടെ കോസ് എക്സ് വന്നാലും സൈനും എക്സ് തന്നെയാണ്. സോ ഒരു കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ് ചൂസ് ചെയ്താൽ മതി. ഈ കോസ് എക്സിന് പകരം ചൂസ് ചെയ്യുന്നതും സൈൻ എക്സിന് പകരം ചൂസ് ചെയ്യുന്നതും സെയിം തന്നെ ആയതുകൊണ്ട് വൺസ് ഒറ്റത്തവണ അത് എഴുതിയാൽ മതി. ഇനി സപ്പോസ് ഇവിടെ സൈൻ 2x എന്നായിരുന്നെന്നുണ്ടെങ്കിൽ കോസ് എക്സിന് പകരം നമ്മൾ എങ്ങനെ എഴുതും? കെ കോസ് എക്സ് പ്ലസ് എം സൈൻ എക്സ് എന്നും. ഇവിടെ ഒരു 0.25 സൈൻ 2x എന്നായിരുന്നുണ്ടെങ്കിൽ നമ്മളൊരു K1 കെയും എമ്മും. സോ എൽ കോസ് 2x പ്ലസ് എം സൈൻ 2x എന്ന് എടുത്താനേ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, വൈ പി ഡാഷും വൈ പി ഡബിൾ ഡാഷും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് സോൾവ് ചെയ്തിരിക്കുകയാണ്, നോക്കുക നിങ്ങൾ. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് പ്രോബ്ലംസ് കൂടി കൊടുത്തിട്ടുണ്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നോൺ ഹോമോജനസ് ലീനിയർ ഓഡിയുടെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കുറച്ച് പ്രോബ്ലംസ്. ഇത് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. അതിനുശേഷം നോൺ ഹോമോജനസ് ഓഡിയുടെ കുറച്ച് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലംസും ചെയ്ത് നോക്കുക.